Disclaimer: This video is for educational and information purpose only and does not constitute financial or investment advice. We are not SEBI registered advisors. Cryptocurrencies and NFTs investment are highly risky. Please do your own research before investing. We are not responsible for any financial losses or gains resulting from your decision. Invest responsibly. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് നമുക്ക് ഏർണിങ്സ് നേടാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മൾ ടിക്ടോക്ക് ഒക്കെ നേരത്തെ ചെയ്തിരുന്ന ആൾക്കാരാണ് അല്ലേ. അങ്ങനെ ടിക്ടോക്കിന്റെ അതേ കാറ്റഗറിയിൽ ക്രിപ്റ്റോ ബേസ് ചെയ്തിട്ടുള്ള ഒരു വാച്ച് ടു ഏൺ പ്രോജക്റ്റ് ആണ് 10K എന്ന് പറയുന്നത്. സൊലാന ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് വന്നിരിക്കുന്നത്. വളരെ കുറച്ച് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ഈ ഒരു പ്രോജക്റ്റ് ലോഞ്ച് ആയിട്ട്. നമുക്കിവിടെ കാണാൻ സാധിക്കും സൊലാന വരെ ഒഫീഷ്യലി ഫോളോ ചെയ്തിട്ടുള്ള, അതായത് സൊലാനയുടെ ഒഫീഷ്യൽ ട്വിറ്റർ പേജ് ഫോളോ ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റ് കൂടിയാണ് ഈ ഒരു 10K വേൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ടില്ല. നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഇവരുടെ ആപ്ലിക്കേഷന് ആൻഡ്രോയിഡിലും അവൈലബിൾ ആണ്, അതേപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. ഡൗൺലോഡ് ചെയ്യുക, നമ്മുടെ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ നമ്മുടെ ഫാൻറ്റം വാലറ്റോ കണക്ട് ചെയ്യുക. ഫാൻറ്റം വാലറ്റ് കണക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതിനുശേഷം ഇതിനകത്ത് വരുന്ന വീഡിയോകളൊക്കെ കാണുക. വീഡിയോ കാണുന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് എയർ ഡ്രോപ്പ് ലഭിക്കുക. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് പ്ലേ സ്റ്റോറിന്റെയും അതേപോലെ തന്നെ ആപ്പ് സ്റ്റോറിന്റെയും ഞാൻ എൻ്റെ ടെലിഗ്രാമിൽ കൊടുത്തേക്കാം. അതിൽ കൂടെ നിങ്ങൾക്ക് ആ ഒരു ആപ്പ് സ്റ്റോറിലോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലോ പോയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു പ്രോജക്റ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് സൊലാന തന്നെ അവരുടെ ഒഫീഷ്യൽ പേജിലും പോസ്റ്റ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് എങ്ങനെയാണ് ഇതിൽ ജോയിൻ ചെയ്യേണ്ടത്, യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, വീഡിയോ കാണേണ്ടത് എങ്ങനെയാണെന്നൊക്കെ തുടങ്ങിയ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ അടങ്ങുന്ന ഭാഗമാണ് ആ ഒരു സൊലാനയുടെ ട്വിറ്റർ പേജിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിനെ പറ്റിയിട്ട് ഇനി കൂടുതലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ 10k.world എന്നുള്ള അവരുടെ വെബ്സൈറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ രണ്ട് ഓപ്ഷനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനും അതേപോലെ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ളത്. അതിനുശേഷം ഇവിടെ FAQ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾക്ക് ഒരു വീഡിയോ ഇതിൽ പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഇവിടെ പ്രീസെയിൽ നടത്തണം. പ്രീസെയിൽ നടത്തി $10,000 നിങ്ങളെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് ഇത് അൺലോക്ക് ആക്കി കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10K എന്ന് പറയുന്ന പ്രോജക്റ്റ് സൊലാന ബേസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് വാച്ച് ടു ഏൺ പ്രോജക്റ്റ് ആണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിൽ പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ പ്രീസെയിൽ നടത്തി $10,000 നിങ്ങൾ അച്ചീവ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം എങ്ങനെയാണ് നമുക്ക് വാച്ച് ടു ഏൺ വഴി ഏൺ ചെയ്യാൻ സാധിക്കുക എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതായത് നിലവിൽ 3 വീഡിയോകൾ മാത്രമാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഈ ഒരു പ്രോജക്റ്റിന്റെ ക്രിയേറ്ററിന്റെ ഒരു വീഡിയോയും അതുപോലെ തന്നെ പുതിയൊരു പ്രോജക്റ്റിന്റെ വീഡിയോയും ഉള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ ആ വീഡിയോ കണ്ടാൽ മാത്രമേ നമുക്ക് എയർ ഡ്രോപ്പ് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ടോട്ടൽ കോയിന്റെ സപ്ലൈഡ് ഇപ്പം നിലവിൽ വന്നിട്ടുള്ള കോയിൻ എന്ന് പറയുന്നത് വാച്ച് ടോക്കൺ ആണ്. അതായത് ഈ ഒരു പ്രോജക്റ്റിന്റെ ക്രിയേറ്ററിന്റെ തന്നെ ടോക്കൺ ആണ് വാച്ച് ടോക്കൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രോജക്റ്റിന്റെ 60% എയർ ഡ്രോപ്പിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. 20% പ്രീസെയിലും 20% ലിക്വിഡിറ്റിക്കും, അങ്ങനെ 100%. അതിൽ 60%-ൽ 0.6% വെച്ചാണ് നമുക്ക് ഡെയിലി എയർ ഡ്രോപ്പ് ലഭിക്കുക. അതായത് ഇവർ പറഞ്ഞിരിക്കുന്നത് നിലവിൽ ഒരു ക്രിയേറ്ററിന് 100 വീഡിയോ ആണ് പോസ്റ്റ് ചെയ്യാൻ സാധിക്കുക. 100 വീഡിയോ എന്ന് പറയുമ്പോഴത്തേനും ഒരു ദിവസം ഒരു വീഡിയോ വെച്ചിട്ട് അങ്ങനെ ഓരോ വീഡിയോയ്ക്കും 0.6%, അതായത് ടോട്ടൽ സപ്ലൈയുടെ 60% മാറ്റി വെച്ചിരിക്കുന്നു എയർ ഡ്രോപ്പിനായിട്ട്. അതിന്റെ 0.6% ആണ് അവർ ഡെയിലി വീഡിയോ വാച്ച് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എയർ ഡ്രോപ്പ് ആയിട്ട് കൊടുക്കുക. ഇവരുടെ ട്വിറ്റർ പേജിൽ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത ആ ഒരു പ്രോജക്റ്റിന്റെ ഡീറ്റെയിൽസും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ വീഡിയോ നമുക്ക് ഇന്ന് കണ്ടു കഴിഞ്ഞാൽ നാളെയാണ് നമുക്ക് എയർ ഡ്രോപ്പ് ലഭിക്കുക. അപ്പോൾ ഇന്ന് നിങ്ങൾ വീഡിയോ കാണുന്നത് 24 മണിക്കൂറാണ് ആ വിൻഡോ ഓപ്പൺ ആവുക. അടുത്ത ദിവസമാണ് നമുക്ക് ഇവരുടെ എയർ ഡ്രോപ്പ് ക്ലെയിം ചെയ്യാൻ സാധിക്കുക. ഓക്കെ, നിലവിൽ വാച്ച് ടോക്കൺ ആണ് ആദ്യം വന്നിട്ടുള്ള പ്രോജക്റ്റ്. അത് ഫൗണ്ടറിന്റെ തന്നെ പ്രോജക്റ്റ് ആണ്. അതിനുശേഷം രണ്ടാമതായിട്ട് വന്നിട്ടുള്ള പ്രോജക്റ്റ് ഇതാണ്. ബാക്കിയുള്ള പ്രോജക്റ്റിന്റെ പ്രീസെയിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 10,000 അച്ചീവ് ചെയ്തതിന് ശേഷം 24 മണിക്കൂർ കൂളിംഗ് പീരീഡ് ഉണ്ട്. അതിനുശേഷമാണ് പ്രോജക്റ്റ് ലിസ്റ്റ് ആവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുന്നതിന്റെ എയർ ഡ്രോപ്പ് നമുക്ക് നാളെയാണ് ക്ലെയിം ചെയ്യാൻ സാധിക്കുക. അതേപോലെ തന്നെ 24 മണിക്കൂർ മാത്രമായിരിക്കും നമുക്ക് ആ ഒരു വീഡിയോ കാണാനായിട്ടുള്ള ടൈം ഉണ്ടാവുക. പ്ലേ സ്റ്റോറിൽ വന്നിട്ട് നിങ്ങൾ 10k.world എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ അവിടെ ലഭിക്കുന്നതാണ്. അതിനുശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യുക. അത് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്തു വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാം, അല്ല ഫാൻറ്റം വാലറ്റ് കണക്ട് ചെയ്ത് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഫാൻറ്റം വാലറ്റ് കണക്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഫാൻറ്റം വാലറ്റ് കണക്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്രൂവ് ചെയ്ത് കൊടുക്കുക. അതായത് വാലറ്റ് കണക്ട് ചെയ്യുക. അതിനുശേഷം $2 ഇതിലേക്ക് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾ ഈ ഒരു ഹോം പേജിൽ വന്നു കഴിയുമ്പോഴാണ് വീഡിയോ കാണാനുള്ള ഓപ്ഷൻ വരുന്നത്. അതുപോലെ തന്നെ 10Kയിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആദ്യത്തെ പ്രോജക്റ്റ് വാച്ച് കോയിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 0.01 ആണ്. രണ്ടാമത്തെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ന് ലോഞ്ച് ആയ പ്രോജക്റ്റ് ആണ്. അതിനുശേഷം മൂന്നാമത്തെ സെക്ഷൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇന്നലെ വാച്ച് കോയിൻ കിട്ടിയ, അതായത് ഇന്നലെ ആ ഒരു പ്രോജക്റ്റിന്റെ വീഡിയോ കണ്ടതിന്റെ
ഭാഗമായിട്ട് എനിക്ക് 253 വാച്ച് കോയിനാണ് ലഭിച്ചത്. ഏകദേശം $2.72 അതിന്റെ വാല്യൂ വരുന്നത്. ഇങ്ങനെ 100 വീഡിയോ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്ന് കണ്ട വീഡിയോയുടെ എയർ ഡ്രോപ്പ് എനിക്ക് നാളെയാണ് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിലവിൽ യൂസേഴ്സ് വളരെ കുറവായതുകൊണ്ടായിരിക്കും മേ ബി ഇത്രയും ടോക്കൺ കിട്ടിയത്. നാളെ ചിലപ്പോൾ യൂസേഴ്സ് കൂടുന്നതിനനുസരിച്ചിട്ട് എയർ ഡ്രോപ്പ് ലഭിക്കുന്നതിന്റെ ആ ഒരു വാല്യൂ ചിലപ്പോൾ കുറയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രത്തോളം മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഇത് വർത്തായിരിക്കും എന്നുള്ളത് അറിഞ്ഞുകൂടാ. എന്തായാലും നിലവിൽ വളരെ ഏർലി സ്റ്റേജിലായതുകൊണ്ട് തന്നെ അത്യാവശ്യം ബെനിഫിറ്റ് ഉണ്ടാകുമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതേപോലെ തന്നെ ഇവിടെ പ്രീ സെയിൽ എന്നുള്ള സെക്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു എമൗണ്ട് പ്രീ സെയിൽ ഈ ഒരു പ്രോജക്റ്റിനെ ഒന്ന് വാങ്ങിച്ചു നോക്കിയാണ് അതവിടെ കാണിക്കുന്നത്. അതിനുശേഷം വീഡിയോസ് എന്നുള്ളതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആണ് ഇവിടെ കാണിക്കുക. അപ്പോൾ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ $10,000 റേസ് ചെയ്യണം പ്രീ സെയിലിൽ. അപ്പോൾ അതിനുശേഷം മാത്രമേ നമുക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് കാണാൻ സാധിക്കും. നിലവിൽ നമ്മളിങ്ങനെ ഒരു വീഡിയോ കാണുന്നു, ജസ്റ്റ് പ്ലേ ചെയ്യുന്നു. ഇവിടെ ഈ ഒരു യെല്ലോ കളറിൽ കാണുന്നില്ലേ, ആ ഒരു ബോക്സ് ഫില്ലാവുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് റിവാർഡ് കംപ്ലീറ്റ് ആവുക. അതായത് നമ്മൾ വീഡിയോ വാച്ച് ചെയ്യുന്നു, വളരെ ചെറിയ വീഡിയോ ആണ്, ഷോർട്ട് വീഡിയോ ആണ്. വീഡിയോ വാച്ച് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇത് ഫില്ലാവും. അത് ഫില്ലായി കഴിയുമ്പോഴത്തേക്കും ക്ലെയിം റിവാർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ 3 വീഡിയോസ് ഞാൻ ഓൾറെഡി ഇവിടെ വാച്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ഇന്നലെ കണ്ട വീഡിയോയുടെ എയർ ഡ്രോപ്പ് എനിക്ക് ഓൾറെഡി ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കണ്ട വീഡിയോസ്, അതായത് 2 പ്രോജക്റ്റിന്റെ വീഡിയോസ് ഞാൻ ഇന്ന് കണ്ടു, അതിന്റെ എനിക്ക് എയർ ഡ്രോപ്പ് ലഭിക്കുന്നത് നാളെയാണ്. അതേപോലെ തന്നെ എനിക്ക് കിട്ടിയ എയർ ഡ്രോപ്പ് കൈയോടെ സെല്ല് ചെയ്യാൻ സാധിക്കും കേട്ടോ. അതിനായിട്ട് ഇവിടെ വാച്ച് കോയിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ സെല്ല് വാച്ച് കോയിൻ എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. മാക്സിമം കൊടുക്കുക. $2.65 ആണ് എനിക്ക് ഇന്നലെ ആ ഒരു വീഡിയോ കണ്ടതിന്റെ റിവാർഡായിട്ട് ലഭിക്കുക. അപ്പോൾ അവിടെ വേറൊരു കാര്യം കൊണ്ട് ആലോചിക്കണം, നമ്മൾ ആദ്യം ചെറിയൊരു എമൗണ്ട് ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. $2 ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തായിരുന്നു. അതുപോലെ തന്നെ ഓരോ വീഡിയോയുടെ റിവാർഡ് ക്ലെയിം ചെയ്യുമ്പോഴും ചെറിയൊരു എമൗണ്ട് ഗ്യാസ് ഫീസ് പോകുന്നുണ്ട്. അത് മേ ബി ചിലപ്പോൾ ഏകദേശം ഒരു 30 സെന്റ് 40 സെന്റിനടുത്ത് ഗ്യാസ് ഫീസ് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അടുത്ത പ്രോജക്റ്റിന്റെ ഒക്കെ എയർ ഡ്രോപ്പ് ലഭിക്കുമ്പോൾ നമുക്കത് എത്രത്തോളം വർത്തായിരിക്കും എന്നുള്ളത് അറിഞ്ഞുകൂടാ. ഇത് ഫസ്റ്റ് വന്നിട്ടുള്ള പ്രോജക്റ്റ് ആണ് ഈ ഒരു വാച്ച് കോയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തരക്കേടില്ലാത്ത ഒരു റിവാർഡ് നമുക്ക് അതിൽ കിട്ടി. ഏകദേശം ഒരു 30 സെന്റ് ഗ്യാസ് ഫീസ് പോയാലും $2.66 ഇപ്പോഴത്തെ അതിന്റെ വാല്യൂ ഉണ്ടെന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നാളെ കിട്ടുന്ന എയർ ഡ്രോപ്പിന്റെ ക്വാണ്ടിറ്റി എത്രയാണെന്ന് അറിയില്ല. കാര്യം ഇന്ന് യൂസേഴ്സ് കൂടുന്നതിനനുസരിച്ചിട്ട് നാളെ കിട്ടുന്ന എയർ ഡ്രോപ്പ് മേ ബി ചിലപ്പോൾ കുറയാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇത് വർത്താണോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. ഒരാൾക്ക് ഒരു ക്രിയേറ്ററിന് 100 വീഡിയോ ആണ് പോസ്റ്റ് ചെയ്യാൻ സാധിക്കുക. 100 വീഡിയോയ്ക്ക് $2 വെച്ച് കിട്ടിയാൽ തന്നെ ഏകദേശം 100 ദിവസം കൊണ്ട് നമുക്ക് $200 അച്ചീവ് ചെയ്യാൻ സാധിക്കും. $2 വാല്യൂ ഉണ്ടെങ്കിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ താഴേക്ക് പോയി കഴിഞ്ഞാൽ വലിയ മെച്ചമൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. റെഫറൽ റിവാർഡോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇതിനകത്തില്ല. നമ്മൾ വീഡിയോ കാണുന്നതിനനുസരിച്ചിട്ട് മാത്രമാണ് നമുക്ക് റിവാർഡ് ലഭിക്കുക. അതേപോലെ തന്നെ ചെറിയൊരു ട്രാൻസാക്ഷൻ ഫീസ്, അതായത് സൊലാന നെറ്റ്വർക്കിൽ ചെറിയൊരു ഗ്യാസ് ഫീസ് നമുക്ക് ഇവിടെ പോകുന്നുണ്ട്. മേ ബി ചിലപ്പോൾ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഗ്യാസ് ഫീസ് കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മൾ റിവാർഡ് ക്ലെയിം ചെയ്യുന്നതിനാണ് ഇപ്പോൾ ഏകദേശം 30 മുതൽ 40 സെന്റ് വരെ സോലാനയിൽ നമ്മൾ കൊടുക്കേണ്ടത്. മേ ബി ചിലപ്പോൾ അത് 0.05 ആയിട്ടൊക്കെ കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ പങ്കെടുക്കുക, ഡെയിലി വീഡിയോ കാണുക, അടുത്ത ദിവസം ക്ലെയിം ചെയ്യുക. കാര്യം നമുക്ക് ആ ഒരു ടൈം ഫ്രെയിം 24 അവർ എന്നുള്ള ആ ഒരു ടൈം ഫ്രെയിം കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ റിവാർഡ് കിട്ടുകയില്ല. ആ ഒരു വീഡിയോ കണ്ടിട്ടും കാര്യമില്ല. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്നുള്ള രീതിയിലാണെന്ന് വേണമെങ്കിൽ പറയാം. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ എൻ്റെ ടെലഗ്രാമിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ താല്പര്യമുള്ളവർ ഡൗൺലോഡ് ചെയ്ത് വീഡിയോ കണ്ടിട്ട് ഏണിങ്സ് നേടാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. Until then, bye. Disclaimer. This video is for educational and information purpose only and does not constitute financial or investment advice. We are not SEBI registered advisors. Cryptocurrencies and NFTs investment are highly risky. Please do your own research before investing. We are not responsible for any financial losses or gains resulting from your decision. Invest responsibly.